ആഭ്യന്തര വകുപ്പിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി അറസ്റ്റിലായിരിക്കുന്നു. കണ്ണൂരിൽ അഭിഭാഷകയായ ദലീറ്റയുടെ ഫ്ളാറ്റിൽ നിന്നാണ് അർജുനെ പിടികൂടിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. അതീവ രഹസ്യമായ നീക്കങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അർജുൻ മറ്റിടങ്ങളിലേക്ക് പോകാതിരിക്കാൻ തക്ക തരത്തിൽ വല വിരിച്ചു കഴിഞ്ഞിരുന്നു പോലീസ്. പുലർച്ചെ 2:30 അർജുൻ ആയങ്കിയെ പ്രത്യേക സംഘം കസ്റ്റഡിയിൽ എടുത്തത്. ആയങ്കിയെ കോതമംഗലത്ത് പോലീസിന് കൈമാറിയേക്കും എന്നുള്ളതാണ് വിവരം. ഇതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ചു എന്നത് അർജുൻ ആയങ്കിയുടെ തോന്നൽ മാത്രം എന്നതായിരുന്നു ADGP P. വിജയൻ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം പ്രതികരിച്ചത്. വെല്ലുവിളി പോസ്റ്റുകൾക്ക് പിന്തുണ അറിയിച്ചവർക്കും കമന്റ് ഇട്ടവർക്കും എതിരെയും അന്വേഷണം ഉണ്ടാകുമെന്നും ADGP പറയുകയാണ്. ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരു ആയെങ്കിൽ മാത്രമല്ല, ഒരു ഗുണ്ടക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു ആയങ്കിയെ പിടിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ പ്രവർത്തനം ആരെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഒരു നിയമപരമായ നടപടി കൂടിയാണ്. ഇന്നലെ തന്നെ ഞങ്ങളെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഏകദേശം 55 പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ആയങ്കിയുടെ കൂട്ടാളികളുണ്ട്, എല്ലാത്തവരും ഉണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതിന്റെ കൂടുതൽ കണക്ക് കിട്ടും. കൂടുതൽ പേര് കസ്റ്റഡിയിലായിരുന്നു. 100 പേരെങ്കിലും മൊത്തത്തിലായിട്ടുണ്ടാവുന്ന കണക്കാണ്. മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ചില റീൽ ഹീറോസ് ആയിട്ടും ബർത്ത്ഡേ പാർട്ടികൾ ആഘോഷിക്കുകയും വാളുകൊണ്ട് ഈ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ വലിയ ഷോ നടക്കുന്ന ആളുകൾ, അവരുടെ ആ ഷോ ഇന്ന് ഇതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. ഇതിൽ ഞങ്ങൾക്ക് ചില വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ട്. ഇതിന്റെ ചില ഗുണ്ടകളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ചില സ്പോൺസേഴ്സിന്റെ ആണ്. അർജുൻ ആയങ്കി അപ്പാർട്ട്മെന്റിൽ എത്തിയെന്ന് സംശയിക്കുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 3:45 അപ്പാർട്ട്മെന്റിൽ അർജുൻ ആയങ്കി എത്തിയത്. ചുവന്ന കാറിൽ ആയിരുന്നു ആയങ്കി എത്തിയത്. ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായി ആഭ്യന്തര വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ട് ദിവസങ്ങളായിരുന്നുവെങ്കിൽ അടുത്ത ചുവടുവെപ്പ് എന്നത് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നതാണ്. കേരളത്തിലെ ഗുണ്ടകളെ ഒന്നാകെ നിയന്ത്രണത്തിലാക്കുക, അവരെ പിടികൂടുക എന്നതാണ് ഈ ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായുള്ള നടപടികൾ ഇനിയും തുടരുക തന്നെ ചെയ്യും എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവമെന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. വളരെ വ്യക്തമാണ് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. അതായത് ജനങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തുക, അതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. ഗുണ്ടകളുടെ നാടല്ല കേരളം എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്, തെളിയിക്കേണ്ടതുണ്ട്. എല്ലാ ഗുണ്ടകൾക്കും ഇതൊരു പാഠമാണ് എന്നുകൂടിയാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ KV ബൈജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആഭ്യന്തര വകുപ്പിനെയും മന്ത്രിയെയും വെല്ലുവിളിക്കുന്നു, നമ്മുടെ ഭരണ സംവിധാനങ്ങളെ പുച്ഛിച്ചു തള്ളുന്നു, നിയമവ്യവസ്ഥിതികൾക്ക് മുകളിലാണ് താനെന്ന ഭാവത്തിൽ ഉള്ള പ്രതികരണങ്ങൾ വരുന്നു. വളരെ കൃത്യമായി ന്യൂസ് 10 സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇതൊക്കെ പൊട്ടക്കിണറ്റിലെ തവളകൾ എന്നതിനപ്പുറത്ത് ഇത്തരം ഗുണ്ടകളെ വിശേഷിപ്പിക്കേണ്ടതേയില്ല. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടവും
നമ്മുടെ നിയമ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു പോലീസ് സംവിധാനവും ഉണ്ടെങ്കിൽ എത്ര കൊലകൊമ്പനായ ഗുണ്ടകളെയും മിനിറ്റുകൾക്കുള്ളിൽ കീഴ്പ്പെടുത്താനും അവരെ അഴിക്കുള്ളിലാക്കാനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണല്ലോ ബൈജു. തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കേസ് പരിശോധിച്ചാൽ കഴിഞ്ഞ 4 ദിവസമായി കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച അർജുൻ നായങ്കി ഇപ്പോൾ ഏതായാലും പിടിയിലായിരിക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ടൗൺ സൈബർ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഇപ്പോൾ അർജുൻ നായങ്കി ഉള്ളത്. ഏത് സമയത്തും അർജുൻ നായങ്കിയെ പുറത്തേക്ക് കൊണ്ടുവന്നേക്കാം. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മാർട്ടിൻ ജോർജ്, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ, ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു. അതാണിപ്പോൾ കുറ്റം ചുമത്തിയിട്ടുള്ളത്. പക്ഷേ അതിനുമപ്പുറം ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു ആലോചന പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം കമ്മീഷണറും ഇവിടെ എത്തുന്നുണ്ട്. വിജയഭാരത് റെഡ്ഡി അല്പസമയത്തിനകം ഇവിടെ എത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞായിരിക്കും അർജുൻ നായങ്കിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. എന്തായാലും ഇതിൽ കൃത്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ആരാണ് ഇയാളെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ഒളിവിൽ കഴിയാനും ഇത്തരത്തിൽ പോലീസിനെ കണ്ണുവെട്ടിച്ച് ദേശീയപാതയിലൂടെയൊക്കെ കൃത്യമായി യാത്ര ചെയ്യാനുമൊക്കെ സഹായം ചെയ്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിവിൽ താമസിക്കാൻ സഹായം ചെയ്തത്, അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. തളിപ്പറമ്പിലെ ഒരു ലോഡ്ജിലായിരുന്നു അർജുൻ നായങ്കി താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ അർജുൻ നായങ്കി ഉണ്ട് എന്ന വിവരമറിഞ്ഞ് പോലീസ് അവിടെ എത്തുമ്പോഴേക്കും കൃത്യമായി ഇയാൾക്ക് വിവരം ചോർന്നു കിട്ടുന്നു. പിന്നീട് അവിടെ നിന്നും ഇയാൾ രക്ഷപ്പെടുന്നു. എന്നാൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അഭിലാഷേ. ഇവിടെ ഇതിനകത്താണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കാണാം. ടൗൺ CI ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്നും ഇയാൾ കൃത്യമായി ഇയാൾക്ക് പോലീസിനെ ഇത്തരത്തിൽ ഇയാൾ ഒളിവ് സങ്കേതം മനസ്സിലായി എന്ന് അറിഞ്ഞ് അവിടെ നിന്നും ഇയാൾ പയ്യന്നൂരിലേക്കാണ് ഓട്ടോറിക്ഷയിൽ പോകുന്നത്. ആ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ കുറ്റകൃത്യം ചെയ്യുന്നതൊക്കെ ഇതിന്റെ കൃത്യമായ പഴുതുകളും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറുടെ മൊബൈൽ ഇയാൾ വാങ്ങുകയും ഇയാളുടെ സുഹൃത്തിനെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സുഹൃത്തിന്റെ കാറിലാണ് ഈ അഭിഭാഷകരുടെ അടുത്തേക്ക് ഇയാൾ എത്തുന്നതും 3:45 അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 3:45 എത്തിയ ഇയാളെ പുലർച്ചെയാണ് പോലീസ് പിടികൂടുന്നത്. 9 മണിക്കൂറോളമാണ് ഈ ഒരു അഭിഭാഷകയുടെ വസതിയിൽ, ഈ ഫ്ളാറ്റിൽ ഇയാൾ ഉണ്ടായിരുന്നത്. എന്തായാലും അത് സംബന്ധിച്ചും എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നു, ഏതെങ്കിലും തരത്തിൽ ഇയാളെ ഒളിവിൽ പോകാൻ അല്ലെങ്കിൽ ഒളിവിൽ കഴിയാൻ സഹായിക്കുമായിരുന്നില്ല, ഇയാളുടെ അഭിഭാഷകയാണ് താനെന്നാണ് അവർ വെളിപ്പെടുത്തിയിരുന്നത്. എന്തായാലും അതിലും ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്ത് വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമായ ചോദ്യം ചെയ്യുന്നുണ്ടാകാം. ഇതിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. ഒരു നിയമ സംവിധാനത്തെ, നാട്ടിലെ ഒരു നിയമ സംവിധാനത്തെ പൂർണ്ണമായും വെല്ലുവിളിച്ച് പരിഹസിച്ച് ഇത്തരത്തിൽ മുന്നോട്ട് പോയ ഒരാൾ 4 ദിവസമായിട്ടും കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ പോലീസിന് പിടികൂടാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ ഇയാൾക്ക് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുതന്നെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇയാൾക്ക് ആരൊക്കെയാണ് ഇത്തരത്തിൽ സഹായം ചെയ്തത്, ഈ ഒളിവിൽ കഴിയാനോ ഒപ്പം ഇത്തരത്തിൽ യാത്ര ചെയ്യാനും ഇയാൾക്ക് ആരൊക്കെയാണ് സഹായം ചെയ്തത്, അതാണ് പോലീസിന് പ്രധാനമായും അറിയേണ്ടത്. ഏതായാലും ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാവുന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഒളിവിൽ കഴിയാനൊക്കെ സഹായിച്ച ആളുകൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ഇയാളുടെ സഹോദരൻ ഉൾപ്പെടെ ഇപ്പോൾ പോലീസിന്റെ കരുതൽ തടങ്കലിലാണുള്ളത്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇയാൾ ഒളിവിൽ പോയ സമയത്തൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് സഹോദരനാണ്. സഹോദരൻ ഇപ്പോൾ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ സഹായം ചെയ്ത മറ്റ് കൊട്ടേഷൻ സംഘങ്ങളുമായും വലിയ ബന്ധമുള്ള ആളാണ്. അത് കേരളത്തിൽ നിന്നും അങ്ങോളം ഇങ്ങോളം വലിയ ബന്ധമുള്ള ആളാണ് ഈ അർജുൻ നായങ്കി. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും പല ആളുകളിൽ നിന്നുമുള്ള കൃത്യമായ സഹായം ഇയാൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഓരോ മണിക്കൂർ ഇടവിട്ടും പോലീസിനെ വെല്ലുവിളിച്ചും ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ചും പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയ ഒരാൾ കീഴടങ്ങാൻ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ കീഴടങ്ങാൻ ആലോചന നടക്കുമ്പോഴാണ് പിടിവിടുന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലെല്ലാം ഒരു സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും അഭിഭാഷകയുടെ ഈ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം അഭിഭാഷകയുടെ ഫ്ളാറ്റിലേക്ക് ഇയാൾ ഇന്നലെ ഉച്ചയ്ക്ക് 3:45 പോകുന്ന ആ അഭിഭാഷകയുടെ എത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ അല്ലെങ്കിൽ പോലീസ് അത്രത്തോളം ജാഗ്രതയോടെ ഇടപെട്ടതോടുകൂടിയാണ് ഈ അർജുൻ നായിക്ക് ഒരു തരത്തിലും അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ പോയത്. ഈ അഭിഭാഷകയുടെ പുലർച്ചെ പോലീസ് അവിടെ എത്തുമ്പോൾ അഭിഭാഷകയുടെ വാതിൽ തുറന്നത് തന്നെ അർജുൻ നായങ്കിയായിരുന്നു. പിന്നീട് രക്ഷപ്പെടാനൊക്കെ ഇയാൾ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പോലീസ് വലിയ തോതിലുള്ള പോലീസ് സംഘങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നത്. ഏതായാലും ഇവിടെയുള്ള ഈ
കേസിൽ അല്ലെങ്കിൽ സൈബർ കേസിൽ ഈ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുമപ്പുറം ഇയാളെ കൃത്യമായി പൂട്ടിടുക, അതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൽ കൊച്ചിയിലെ കേസ് അതിന് സഹായകരമാവും. കാരണം രണ്ട് സി ഐമാരെ വധഭീഷണി അല്ലെങ്കിൽ ഭീഷണി മുഴക്കിയ ഒരു കേസാണ്. ആ കേസിൽ കൃത്യമായ ഇത്തരത്തിലുള്ള പോലീസിന്റെ നടപടികൾ ഉണ്ടാകാം. എന്തായാലും ഇതിൽ കൃത്യമായി പഴുതടച്ചുള്ള ഒരു കൃത്യമായ ഒരു അറസ്റ്റും അതോടൊപ്പം കോടതിയിൽ ഹാജരാക്കുന്നതോടൊപ്പമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ഏത് സമയത്തും കമ്മീഷണറുടെ വാഹനം എത്തിയേക്കാം. കമ്മീഷണർ എത്തിയതിനു ശേഷമായിരിക്കും. തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.